എന്തൊക്കെയോ പറയുന്നുണ്ട്. വല്ലപ്പോഴും വിളിക്കാറില്ല അങ്ങനെ. ഇപ്പം എനിക്കിത് ഡൗട്ട് തോന്നി പറഞ്ഞാൽ പാസ്സായാൽ PGക്ക് പോകണമെന്ന്, PGക്ക് വിട്ടു, PSCക്ക് പോകണമെന്ന് പറഞ്ഞു. ഇതെല്ലാം ചെയ്ത് കൊടുത്ത് എഴുതുന്ന കൊണ്ട് പക്ഷെ വീട്ടിൽ നമുക്കിട്ട് ഇതുപോലത്തെ പണി തരുന്നുള്ള കാര്യം നമുക്കറിയത്തില്ലല്ലോ. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയയിലേക്ക് സ്വാഗതം കിട്ടുന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ രഞ്ജീഷിൻ്റെ തന്നെയാണ് കേട്ടോ. രഞ്ജീഷ് കട്ടപ്പന കുമിളിയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് ന്യൂസും കാര്യങ്ങളൊക്കെ കേട്ട് രഞ്ജീഷിൻ്റെ കാര്യം തന്നെയാണ് ഇന്നും നമ്മൾ വന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ച എന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ, ഒരു വോയിസൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ വോയിസിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറയണേ. ആ കൂടെ തന്നെ നേരത്തെ ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങൾ കേട്ടിരുന്നു. ഇവരെ പഠിപ്പിച്ചത് രഞ്ജീഷാണെന്നും അതുപോലെ തന്നെ ഇവർ ഈ ബന്ധം പിരിയുന്ന ഒരു വന്നപ്പോഴത്തേക്ക് നഷ്ടപരിഹാരമായിട്ട് നല്ലൊരു തുകയാണ് ചോദിച്ചതും. അതൊക്കെ നമ്മുടെ ഉണ്ടല്ലോ, ഈ നിയമം ഒരു വല്ലാത്ത നിയമം തന്നെയാണ് കേട്ടോ. ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുതൽ അത് അതുപോലെ തന്നെ തിരിച്ച് കൊടുക്കാം, ഓക്കെ. അതിനപ്പുറം ഓരോന്നും മേടിക്കുന്നത് പറഞ്ഞാൽ ഒരാൺ ചെറുക്കൻ്റെ എന്ന് മേടിക്കുകയെന്ന് പറഞ്ഞാൽ നഷ്ടപരിഹാരം, എന്നാത്തിനുള്ള നഷ്ടപരിഹാരമാണ് ഇവർ മേടിക്കുന്നത്. ഒന്നിച്ച് ജീവിക്കാൻ വയ്യ എന്നും പറഞ്ഞ് സ്വയം ഒഴിഞ്ഞു പോകുന്ന പെണ്ണുങ്ങൾക്ക് ഒരിക്കലും നഷ്ടപരിഹാരം കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു നിയമം കൊണ്ടുവരണം. കാര്യം എന്നാന്ന് വെച്ചാൽ അവരുടെ തോന്നിവാസങ്ങൾക്ക് അവർ പോവുകയാണെങ്കിൽ, അതേസമയം അങ്ങനെ അല്ലാതെ ആണെങ്കിൽ നമുക്ക് ഓക്കെ, അവരൊരു ജീവിതത്തിലേക്ക് പോകാൻ വേണ്ടി തന്നെയാണ്. ഒറ്റയ്ക്ക് ജീവിക്കാനാണെങ്കിൽ ഓക്കെ. ഇതങ്ങനെയല്ല. ഭർത്താവ് ഇരിക്കെ തന്നെ വേറൊരാളുമായിട്ട് ബന്ധമുണ്ടാക്കി അയാളുടെ കൂടെ ജീവിക്കാൻ പോകുന്നവർക്ക് ഒരിക്കലും നഷ്ടപരിഹാരമൊന്നും പറഞ്ഞൊരിത് ഈ ആണുങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ച് കൊടുക്കുന്ന ഒരു നിയമം ഇല്ലായിരിക്കാനുണ്ടല്ലോ. കുറേ എണ്ണൊക്കെ ഒന്ന് മര്യാദയ്ക്ക് നിൽക്കും. ഇത് മിക്കയിടത്തും ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെ വീട്ടിൽ നടന്നതാണ്. വന്ന് അധികം നാൾ പോലും അവരൊന്നിച്ച് ജീവിച്ചില്ല. അത് കഴിഞ്ഞ് പയ്യൻ അങ്ങ് പോയി, അവളുടെ വീട്ടിലും പോയി, അത് ഗൾഫിന് പോയി പയ്യൻ. അത് കഴിയുമ്പോഴത്തേക്ക് ബന്ധം ഒഴിയുന്നവരത് വന്നപ്പോഴത്തേക്ക് ഒന്നുമില്ലാതെ വന്നതാണ്. 6 ലക്ഷം രൂപയാണ് അവരുടെ കയ്യിൽ നിന്ന് അവർ മേടിച്ചുകൊണ്ട് പോയത്. 6 ലക്ഷം രൂപ. അതും അവരുടെ കയ്യിൽ ഉണ്ടാഞ്ഞിട്ടല്ല, അവർ കടം മേടിച്ചാണ് അത് കൊടുത്തത്. അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് വരുന്ന വിധിയല്ലേ, അത് കൊടുത്തില്ലെങ്കിൽ ബാക്കി നിയമ നടപടികൾ എടുക്കും. അതുകൊണ്ട് തന്നെ അവരത് ലോൺ എടുത്തൊക്കെയാണ് അവരെ പൈസ കൊടുത്തത്. ഇതൊന്നും ഒരിക്കലും ഒരു കോടതിയിലോ അല്ലെങ്കിൽ ഒരു നിയമത്തിൻ്റെ ഇതായിട്ടോ ഒന്നും അറിയപ്പെടുകയില്ല. എന്നാ വന്നാലും പെണ്ണിന് മുൻഗണന, എന്നാ കാണിച്ചാലും പെണ്ണിനെ ഇപ്പോൾ ഒരുത്തം കൊണ്ടുപോയി അങ്ങോട്ട് സ്വർണ്ണമിട്ട് കെട്ടിക്കൊണ്ട് വന്നാലും അവൾ ഒഴിഞ്ഞു പോകുമ്പോൾ അവൾക്ക് കൊടുക്കണം അവർ പറയുന്ന തുക. ഇതൊക്കെയാണ് കുറേ പെണ്ണുങ്ങളുടെ രീതിയും കാര്യങ്ങളും ഒക്കെ. അതേസമയം അർഹതപ്പെട്ടവർക്ക് ഒന്നും കിട്ടുകയില്ല. പെണ്ണുങ്ങളുടെ കാര്യം തന്നെയാണ് പറയുന്നത്. അർഹതപ്പെട്ടവർക്ക് ഒന്നും കിട്ടുകയില്ല. അല്ലാതെ ഇങ്ങനെയൊക്കെ നടക്കുന്നതിനൊക്കെ അത് കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോൾ മേടിക്കണ്ടല്ലോ, ഇനിയിപ്പോൾ നഷ്ടപരിഹാരമോ ഒന്നും മേടിക്കണ്ടല്ലോ, സമാധാനമായില്ലേ. ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് അതിനെ കല്യാണം കഴിക്കുക, അത് വേണ്ടാന്ന് കൂട്ടത്തിലുള്ളവരെല്ലാം പറയുക, അത് ചേരുന്ന ഫാമിലി അല്ല എന്ന് പറഞ്ഞിട്ടും ആ പെണ്ണിനെ ഞാൻ നോക്കുന്നുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അതിനെ പിന്നെ പ്രണയിക്കുമ്പം കണ്ണും ഒന്നും ഇല്ലല്ലോ. മറ്റേ ഇതിനകത്ത് പറയുന്നില്ലേ, സ്നേഹിക്കുന്ന സമയത്തിരിക്കുന്ന പെണ്ണിന് വാവലി ചപ്പിയ മോന്തയാണെങ്കിലും അവൾ സുന്ദരിയായിട്ട് തോന്നുള്ളൂ എന്ന് പറഞ്ഞ മാതിരി അങ്ങനെയുള്ള പ്രേമം അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ മുന്നിൽ കാണുന്ന വേറൊന്നും അതൊന്നും നമുക്ക് എല്ലാം മറ്റൊരാൾ നമുക്ക് പറഞ്ഞു തന്നാൽ പോലെ തെറ്റായിട്ടേ തോന്നുള്ളൂ. നമ്മുടെ മുന്നിൽ അത് അവരോടുള്ള ഇഷ്ടം മാത്രമാണ് അന്നേരം, അതാണ് നമ്മുടെ ശരിയെന്ന് തോന്നും. അപ്പം അങ്ങനെ ഈ ഒരു പെണ്ണിനെ കെട്ടരുതെന്ന് പറഞ്ഞിട്ടും സ്വന്തം ഇഷ്ടപ്രകാരം സ്നേഹിച്ച പെണ്ണിനെ, അത് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതുകൊണ്ടാണ് കല്യാണം കഴിച്ചത്. എത്രയോ പെൺപിള്ളേർ ചതിക്കപ്പെടുന്നുണ്ടെന്നറിയാമോ. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചേച്ച് തേച്ചേച്ച് പോകുന്ന ഒരുപാട് ആണുങ്ങളുണ്ട്. അത് ഈ ബസ്സുകാർക്കിടയിൽ തന്നെയുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്ന പെൺപിള്ളേർ ഒരുപാടുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല പെണ്ണുങ്ങളെ കിട്ടുകയും ചെയ്യും. ഇങ്ങനെ പാമ്പിടിച്ചതിനൊക്കെ ഉണ്ടല്ലോ, ഈ ഇതുപോലെ ഉടായി പിടിച്ച പെണ്ണുങ്ങളെ കിട്ടുകയും ചെയ്യും. എന്നെയാണല്ലോ നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ടേച്ച് ബാക്കി പറയാം. ഓരോരുത്തർക്കും ഓരോന്ന് തലയെ വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പാണ് ശരി, ഇന്നയാൾക്ക് ഇന്നതൊക്കെ അനുഭവിച്ചേ പറ്റുമെന്ന് തലയെ വരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഞാൻ അനുഭവിക്കുന്ന അത്രേ ഉള്ളൂ. ശരിയാണ്, ഓരോരുത്തർക്കും ഓരോന്നും തല വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മളൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പറയും വിധി എന്ന് പറയും, ഇല്ലേ. എന്നാ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ പറയുന്നത് വിധിയാണ്, നമ്മൾ അനുഭവിച്ചേ പറ്റൂ എന്ന് പറയും. പക്ഷേ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ തലയിലോട്ട് നമ്മളും കൂടെ അറിഞ്ഞുകൊണ്ട് ചിലതൊക്കെ കയറ്റി വെക്കാറുണ്ട്, ഇല്ലേ. അങ്ങനെയൊക്കെ കയറ്റി വെക്കുന്നതാണ് ഇവളെപ്പോലെ ഉള്ളതിനെയൊക്കെ. എന്നാണേലും അത് അനുഭവിച്ച്, കാരണം വിധിയാണ്. അങ്ങനെ സമാധാനിച്ചാണ് പുള്ളിക്കാരൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. കാര്യം ഇവളിങ്ങനെ പോയി കഴിഞ്ഞപ്പോഴും പുള്ളിക്കാരൻ തീരുമാനിച്ചു അതിൻ്റെ വിധിയാണ്, അവൾ പോട്ടെ എന്നുള്ള മൈൻഡിൽ തന്നെയാണ് നിന്നത്. ഞാനൊരു മെയ് 3 തൊട്ട് അനുഭവിക്കാൻ തുടങ്ങിയാണ്. കുറേ കൺഫർമേഷനും കാര്യങ്ങളും എല്ലാം കിട്ടി. ഞാൻ ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചു. പുള്ളിക്കാരത്തിക്ക് മറുപടിയൊന്നുമില്ല. പുള്ളിക്കാരത്തി പറയുന്നത് എന്തൊക്കെയോ പറയുന്നുണ്ട്. വല്ലപ്പോഴും വിളിക്കാറില്ല അങ്ങനെ. ഇപ്പം എനിക്കിത് ഡൗട്ട് തോന്നി പറഞ്ഞാൽ അവിടെ ചെന്ന് വിളിക്കുന്നില്ല, പറിച്ചില്ല, ഒന്നുമില്ല. പിന്നെ ആർക്കാണ്ട് വേണ്ടി ബോധിപ്പിക്കാൻ വേണ്ടി അവിടെ ചെന്ന് കുറേ നാൾക്ക് ശേഷം വിളിക്കുമായിരുന്നു. നമ്മളിതൊക്കെ ഇവിടെ ഫസ്റ്റ് പോയി റിട്ടേൺ വന്നതിന് ശേഷമല്ലൊക്കെ നമ്മൾ അറിയുന്നേ. അപ്പോൾ എന്താ കാര്യം എന്നുള്ള കാര്യം നമ്മൾ തിരക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരത്തി ഒന്നും മിണ്ടാനില്ല. സംഭവിച്ചു പോയി, പറ്റിപ്പോയി എന്നൊക്കെ പറയുന്നു. എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ഒരിക്കലും. പറ്റിപ്പോയി എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് എന്ത് കൺഫർമേഷൻ വന്നെന്ന് പറഞ്ഞാൽ പോലെ എനിക്ക് അംഗീകരിക്കാൻ ഞാൻ അംഗീകരിക്കത്തുള്ളത്.
പോയിട്ട് വന്നിട്ട് പിന്നെ തിരിച്ചു കയറി പോയപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നുള്ള രീതിക്കാണ് പറയുന്നത്. പറ്റിപ്പോയി എന്ന് പറയാനായിട്ട് നാട്ടിലൊരു കുഞ്ഞും ഭർത്താവുള്ള കാര്യം ഇവർക്ക് അറിയാമായിരുന്നല്ലോ. ഇതൊന്നും അറിയാതല്ലല്ലോ ഇവർ പോയത്. നാട്ടിൽ അവരെ നോക്കിയിരിക്കുന്ന, അവർ ഇഷ്ടപ്പെട്ട് പ്രണയിച്ച് വിവാഹം കഴിച്ചൊരു ഭർത്താവുമുണ്ട്, കുഞ്ഞുമുണ്ട് എന്നുള്ള ഒരൊറ്റ ഇതിലല്ലേ അവരിവിടുന്ന്, ഇദ്ദേഹം തന്നെയല്ലേ ഇവരെ പഠിപ്പിച്ചതും എല്ലാം വിട്ടതുമൊക്കെ ഇവരല്ലേ. എന്നിട്ട് പിന്നെ പറ്റിപ്പോയി എന്ന് പറയുന്നത് എത്രയോ പെണ്ണുങ്ങളുണ്ടെന്ന് അറിയാം. ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. എനിക്കറിയുന്ന എൻ്റെ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഗൾഫിൽ ജോലി ചെയ്യുന്നത്. ഹസ്ബൻഡ് നാട്ടിലാണ്, നാട്ടിലായിട്ട് അവർ മിക്കവരും നേഴ്സാണ്. അവർ വെളി ജോലിക്ക് പോകുന്നു, അന്തസ്സായിട്ട് അവർ നാട്ടിൽ ഭർത്താവ് അദ്ദേഹത്തിനോട് ചെയ്യാൻ പറ്റുന്ന ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം ചെയ്യുന്നു. അവരവിടെ പോയി അവർ കഷ്ടപ്പെടുന്നു, നാട്ടിൽ വരുന്നു, സന്തോഷമായിട്ട് അവർ നടക്കുന്നു. എത്ര സന്തോഷമായിട്ടാണെന്നറിയോ. അവരൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ഫേസ്ബുക്കൊക്കെ നോക്കിയാൽ തന്നെ നമുക്കറിയാം അവരുടെ ഫാമിലിയെ പറ്റിയുള്ള ഫോട്ടോസും കാര്യങ്ങളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളേ ഉള്ളൂ അവർക്കിടായിട്ട്. നാട്ടിൽ വന്നാലും ഇവർ രണ്ട് ഒന്നിച്ച് നിൽക്കുക, എത്ര സന്തോഷമായിരിക്കും. ഇത് എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. വെട്ടുപിഴച്ച് ഏതെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ കാണും, അത് ഏതെങ്കിലും ഒരു പാമ്പിടി ചെറുക്കൻ്റെ തല ചെന്ന് കയറുകയും ചെയ്യും. അതാണ് സംഭവിക്കുന്നത്. ഇഷ്ടംപോലെ പെണ്ണുങ്ങളുണ്ട് ഗൾഫിൽ പോയി ജോലി ചെയ്ത് കുടുംബം അന്തസ്സായിട്ട് നോക്കുന്ന പെണ്ണുങ്ങളുണ്ട്. ഭർത്താവ് നാട്ടിൽ കുട്ടികളെയും കൂടി ജീവിക്കുന്ന കുടുംബമുണ്ട്. കുട്ടികളുടെ കാര്യം നോക്കി, കാര്യം പെണ്ണുങ്ങൾക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നേഴ്സിംഗ് പഠിച്ചവരായിരിക്കും മിക്കവരും. അവർക്ക് നല്ല ശമ്പളവും ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് പോകാൻ പറ്റും. അങ്ങനെ അവർ നാട്ടിൽ നിന്ന് പോയി അവർ ജോലി ചെയ്ത് അതിലൊന്നും ഒരു അന്തസ്സുകേടോ അല്ലെങ്കിൽ ഒരു നാണക്കേടോ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. എല്ലാ പെണ്ണുങ്ങളും ഇപ്പോൾ എല്ലാവരും ജോലി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ആണും പെണ്ണും ഒരു വീട്ടിലെ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അവരിപ്പോൾ സാമ്പത്തികം ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും എല്ലാവരും ജോലിക്ക് പോകണം. അവർ അതിനുവേണ്ടിയാണ് അവർ പഠിച്ചിറങ്ങുന്നതും. അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് വീട്ടുകാർ മറ്റൊരു വീട്ടിലേക്ക് വിടുന്നത് അടുക്കള ചുരുണ്ടുകൂടി കിടക്കാനൊന്നും അല്ല, അവർക്ക് ജോലിക്ക് പോകേണ്ടവരെ ജോലിക്ക് വിടാൻ വേണ്ടി തന്നെയാണ് വിടുന്നത്. അപ്പം ആണുങ്ങൾ വീട്ടിൽ ഇരിക്കുന്നു, പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ ആണുങ്ങൾ നാട്ടിൽ ജോലി ചെയ്യുന്നു, പെണ്ണുങ്ങൾ ഗൾഫിൽ ജോലി ചെയ്യുന്നു. അതിലൊന്നും ഒരു നാണക്കേടും വിചാരിക്കേണ്ട കാര്യമില്ല. മാന്യമായിട്ട് എവിടെയാണെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുന്നതിന് അത് അന്തസ്സായിട്ട് തന്നെ നമുക്ക് പറയുകയും ചെയ്യാം. എല്ലാവരും ഇതുപോലെ ആയിരിക്കും എന്ന് ഇനിയിപ്പോൾ ഒരു ഭാഗം കഴിക്കുന്ന ഒരു ചെറുക്കം വിചാരിക്കുക, ഓ ഞാൻ കെട്ടുന്ന പെണ്ണ് ഇങ്ങനെ ആയിരിക്കും, അവൾ ഗൾഫിൽ പോയി ഇങ്ങനെയൊക്കെ. അങ്ങനെ ഒരിക്കലും വിചാരിക്കേണ്ട കാര്യമില്ല. ഒരെണ്ണം ഇങ്ങനെ ചെയ്ത് അല്ലെങ്കിൽ രണ്ടെണ്ണം ഇങ്ങനെ ചെയ്യുന്നത് എല്ലാം അങ്ങനെ ആയിരിക്കുകയില്ല. നല്ലതും ചീത്തയും ഉണ്ട് എല്ലാ കാര്യത്തിലും. എനിക്ക് ഞാൻ അംഗീകരിക്കത്തുള്ളത് അതിൻ്റെ അതൊക്കെ ഒരു 6 വർഷം നിന്നതിൻ്റെ അകത്തൊരു നമുക്കൊരു എന്തെങ്കിലും തരത്തിലൂടെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ശരിയാണ്, ഫുഡിനാണ് എപ്പോഴും ശരി. ഞാൻ ഈ കല്യാണം കഴിഞ്ഞ 6 സ്വന്തമായിട്ട് ഡ്രസ്സ് വാങ്ങിയിട്ടില്ല, ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എല്ലാം ഇവർക്ക് വേണ്ടി, എൻ്റെ കൊച്ചിനും വേണ്ടി, ഇവയ്ക്കും വേണ്ടി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അവൾ ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ കൂടി പോളെയാന്നും പറയുന്നതിനെ കൊണ്ട് പറയിപ്പിക്കരുത്. അവനുണ്ടായിക്കഴിഞ്ഞ ശേഷം എനിക്കിട്ട് ചെയ്തൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. ഇപ്പം എല്ലാവർക്കും ഇപ്പം പുള്ളിക്കാരെ സംബന്ധിച്ച് പുള്ളിക്കാർ ശമ്പളമുണ്ട്, സാലറി ഉണ്ട്, 50,000 ശമ്പളമുണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരത്തേക്ക് എന്ത് വേണമെങ്കിലും അവിടെ ഒന്നുണ്ട്. അതിനൊട്ട് തുള്ളിക്കൊണ്ടിരിക്കുന്ന ബിന്ദുവമ്മ ആയിക്കോട്ടെ, എനിക്ക് എൻ്റെ അകത്ത് ഒരു വിഷയമുള്ള കേസല്ല. അവർ ചെയ്യട്ടെ, എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. കൊച്ചിനെ ഇട്ട് കൊടുക്കണോ വേണ്ടെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. അതിൻ്റെ കാലഘട്ടം കഴിഞ്ഞു പോയല്ലോ, അത് പിന്നെ അത് ചെയ്യാം, സമയം വരട്ടെ. അല്ലെങ്കിൽ അവൾക്ക് എന്നെ വേണ്ടെന്ന് ഇട്ടിട്ട് പോട്ടെ, എനിക്ക് എൻ്റെ അകത്ത് പ്രശ്നമുള്ള കേസല്ല. പിന്നെ ഞാൻ ആ വലിയച്ഛനെയും ആ ബിന്ദുമേനെ ഓർത്തിട്ട് മാത്രം ആ കൊച്ചിനെ അങ്ങോട്ട് വല്ലപ്പോഴും ഞാൻ വിടുന്നത്. അതുപോലെ എനിക്ക് ചെയ്യാണ്ടിരിക്കാൻ അറിയാം. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സാക്ഷി എനിക്ക് അനുവദിക്കത്തില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ വിടുന്ന വല്ലപ്പോഴാണെങ്കിൽ പോലും. എത്ര ഇതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. സ്വന്തമായിട്ട് ഡ്രസ്സ് പോലും വാങ്ങിക്കാതെ ഒരുപാട് ഭർത്താക്കന്മാരുണ്ട് ഇങ്ങനെ സ്വന്തമായിട്ട് അവർ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ്, കുടുംബത്തിന് വേണ്ടി മാത്രം. അങ്ങനെയുള്ളവരുണ്ടല്ലോ, അവർക്ക് പോലും ഒരു ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും മേടിക്കാത്തവരുണ്ട്. അവരുടെ കാര്യങ്ങൾ പലതും മാറ്റി വെച്ചേച്ച് കുട്ടികൾക്കും ഭാര്യയ്ക്കും വേണ്ടി ജീവിക്കുന്ന ഒരുപാട് ആണുങ്ങളുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നും അല്ലേ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പോലും ചെയ്യാതെ ഒരു കുറവും അറിയിക്കാതെ അവളെ നോക്കിക്കൊണ്ട് വന്നിട്ട് അവൾ ഈ പണി കാണിക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഈ ഒരു പണി കാണിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു കൊച്ചിനെ വിട്ടുകൊടുക്കുന്ന കാര്യം അദ്ദേഹം പറഞ്ഞു കേട്ടോ. കൊച്ചിനെ വിട്ടുകൊടുക്കുന്ന കാലം മാറിയില്ലെന്ന്. കാലം ഒന്നും മാറിയിട്ടില്ലെന്നേ, കാലം ഇപ്പോഴും പഴയ പോലൊക്കെ തന്നെയാണ്. ഇപ്പോഴും കുറേ സ്ത്രീകൾക്ക് മുൻഗണന എന്ന് പറഞ്ഞൊരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ സ്ത്രീകളെ തന്നെ അപമാനിക്കുന്ന കുറേ നിയമങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതൊക്കെ. സ്ത്രീകൾക്ക് മുൻഗണന ഉണ്ടെന്ന് പറയുകയും ചെയ്യും, എന്നാൽ മുൻഗണന കിട്ടേണ്ട സ്ത്രീകൾക്കൊന്നും ഇതൊന്നും കിട്ടത്തില്ല. ഇങ്ങനെയൊക്കെ പോകുന്നവന്മാർക്കൊക്കെ പെട്ടെന്നാണ് നിയമ നടപടികൾ കിട്ടുന്നതും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. ഒരു അച്ഛൻ മരിച്ചു കഴിഞ്ഞ് ഒരു കുഞ്ഞിനെ വിട്ട് കിട്ടാൻ വേണ്ടി കോടതി പോകുക, കോടതിയിൽ നിന്ന് 5 മണിക്കൂർ നേരം സമയം കൊടുക്കുക ഒരു കൊച്ചിന് അച്ഛൻ്റെ കർമ്മം ചെയ്യാൻ വേണ്ടി മാത്രം. അതിന് ഇത്രയും നാളും അങ്ങനെ കൂടെ ജീവിച്ചൊരു കുഞ്ഞാന്ന് ഓർക്കണം. അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ച കുഞ്ഞിനെയാണ് നിയമം 5 മണിക്കൂർ കൊടുത്തേക്കുന്നത്. എന്നാ നിയമം എന്നൊക്കെയാണ് പറയുന്നത്. എന്നാ നിയമം? ആർക്ക് നീതി കിട്ടുന്ന നിയമം? ഒന്നുമില്ല. ഇതിങ്ങനെ കുറേ വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഭയങ്കര നിയമവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, വേണ്ട കാര്യങ്ങൾക്ക് ഒരു നിയമവും ഇല്ല. ഒന്ന് ഓർത്ത് നോക്കിക്കുക, അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു 5 മണിക്കൂറിനൊക്കെ വേണ്ടി കോടതി കയറി ഇറങ്ങുക. കോടതി പോയി ആ കൊച്ചിനെ കോടതിയുടെ ഇതോടുകൂടി 5 മണിക്കൂർ നേരമേ അച്ഛൻ മരിച്ച വീട്ടിൽ
ആ കുഞ്ഞിന് ഇത്രയും നാളും അവനെ നെഞ്ചോട് ചേർത്ത് ഉറക്കിക്കൊണ്ടിരുന്ന അച്ഛൻ ആ മരണപ്പെട്ട വീട്ടിൽ 5 മണിക്കൂർ ഒരു മകന് നിൽക്കാനുള്ള ഇതേ ഉള്ളൂ. നിയമമായിട്ട് അത് വരിക എന്ന് പറയുമ്പോൾ ഓർത്ത് നോക്കി, എന്നാ ഒരു അവസ്ഥയാണെന്ന് ഓർത്ത് നോക്കിക്കേ. എത്ര എത്ര സങ്കടകരമാണ്. നമുക്ക് ഏതൊരു മനുഷ്യർക്കും എത്ര ശത്രുവാന്ന് പറഞ്ഞാലും ഒരാൾ മരണപ്പെട്ടെന്ന് അറിയുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിൽ എവിടെയെങ്കിലും നമുക്കൊരു വിഷമം തോന്നും. നമ്മുടെ ഒരു ശത്രുവാന്ന് പറഞ്ഞാൽ പോലും അവർ ഈ ലോകത്തുനിന്ന് പോയല്ലോ, ഇനി നമ്മൾ അവരെ കാണുന്നില്ലല്ലോ, ഇനി നമ്മൾ അവരെ കാണുന്നില്ല, അവരുടെ സൗണ്ട് കേൾക്കുന്നില്ല, ഒരു നിഴലായിട്ട് പോലും നമ്മളെ അടുത്ത് അവർ വരുന്നില്ല. അപ്പോൾ അത്രയും ഇതായിട്ട് ഒരാൾ പോകുമ്പോഴത്തേക്ക് എത്ര വൈരാഗ്യമാണെന്ന് പറഞ്ഞാലും എത്ര ഇതാന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിലൊരു, പ്രത്യേകിച്ച് സ്നേഹിച്ച് കല്യാണം കഴിച്ചവർ കൂടെ ആകുമ്പോഴത്തേക്ക് അവർക്ക് ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പം ആ കുഞ്ഞിനെ ഓർത്തെങ്കിലും അയാളോട് ഒരു ഇച്ചിരി മനസ്സിലിവ് കാണിക്കത്തില്ലേ? കോടതി വഴി വരെ പോകേണ്ടി വന്നതെങ്കിൽ അവളത് ആ കുഞ്ഞിനെ വിടാഞ്ഞിട്ടല്ലേ അവർക്ക് കോടതിയിൽ പോയി അങ്ങനെ ഒരു ഇത് എടുക്കേണ്ടി വന്നത്. ഒന്ന് ഓർത്ത് നോക്കണം അല്ലേ, ആ അപ്പൻ്റെ അമ്മയുടെ ഒരു അവസ്ഥയൊന്ന് ഓർത്ത് നോക്കണം. ആ പയ്യൻ്റെ കാര്യം, കൊച്ചുമകനെ മകൻ്റെ കർമ്മം ചെയ്യാൻ വിട്ട് കിട്ടാൻ വേണ്ടി കോടതി പോവുക. എന്നാ നിയമം, എന്നാ നീതി ഇവിടെ നടക്കുന്നത്? എന്നതാണ് നടക്കുന്നത്? ഒന്നുമില്ല. എനിക്കറിയാമല്ലോ, ഒരുപാട് ഇതുപോലെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയോട് പറഞ്ഞത് തന്നെ, അവരുടെ അടുത്തിട്ട് ചോദിച്ചപ്പം അവർക്ക് വേണ്ട, അവർ പറയുന്നത്, പിള്ളേർ പോലും പറയുന്നത് വേണ്ട എന്നാണ് പറയുന്നത്. കാണണ്ട, വേണ്ട, ഇവിടെ അടക്കാൻ സ്ഥലമില്ല, നിങ്ങൾ കൊണ്ടുപോക്കുമെന്ന്. ആ ജന്മം കൊടുത്ത തന്തേനെയാണ് പറയുന്നത്. ആ മനുഷ്യൻ്റെ വേർപ്പ് കൊണ്ട് ഉണ്ടാക്കിയ പൈസ കിടക്കുന്ന വീടിനകത്ത് കിടന്നുകൊണ്ട് പറയുന്ന തള്ളയും മക്കളും ഒക്കെയാണ്. അത് തന്നെയാണ്. അമ്മായിയമ്മയുണ്ട് കൂടെ. അമ്മായിയമ്മയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്ത് വേണം എന്നാ വേണമെന്നൊക്കെ. ഈ പ്രേമിച്ച് നടക്കുമ്പോഴൊന്നും ഇവൾമാരൊന്നും ഇതൊന്നും ഓർക്കത്തില്ലേ. കെട്ടിയൊരു കുഞ്ഞായി കഴിയുമ്പോഴാണ് കെട്ടിയൊരു കുറ്റങ്ങളും കുറവുകളും കാണുന്നത്. പിന്നെ ചില പെണ്ണുങ്ങൾക്കൊരു സൂക്കേടുണ്ട്, ഭർത്താവിനൊന്ന് വയ്യാഴിക വന്നു കഴിയുമ്പോൾ ഇട്ടിച്ച് പോകുന്ന പെണ്ണുങ്ങളും ഉണ്ട്. അന്നേരം അവർക്ക് ആ പുരുഷൻ്റെ നേരെ ഒരുപാട് കുറ്റങ്ങളായിരിക്കും. ഒത്തിരി പേര് ഇതൊക്കെ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ നീതി കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ, സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് നിൽക്കും. പിന്നെ കുട്ടികളെയും കൊണ്ട് ഇവരങ്ങ് പോകും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പുരുഷൻ മോശക്കാരനും കൂടെ ആകും. അതുകൊണ്ടാണ് അവർ കുട്ടികളെയും കൊണ്ട് പോയേക്കുന്നത്. ഒരിക്കലുമല്ല. ചില തലതെറിച്ച പിള്ളേരുണ്ട്, തന്തയ്ക്ക് വയ്യാന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരെ കൊണ്ടൊരു നിവൃത്തിയില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ തള്ളമാരുടെ കൂടെ പോകും. പിന്നെ അവർ സ്വാതന്ത്ര്യം കൊടുക്കും. എന്തിനാണെന്നറിയാം? മക്കൾ കൂടെ നിൽക്കാൻ വേണ്ടി. അപ്പോൾ അവരുടെ തോന്നിവാസ രീതിക്ക് അവർക്ക് പോകാനുള്ള ഒരു ഫ്രീഡം കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോഴത്തേക്ക് അവർക്ക് അമ്മ നല്ലതാകും. ഇങ്ങനെ ഒരുപാടൊക്കെ ഉണ്ട്. എല്ലാമല്ല ഞാൻ പറയുന്നത്, അപൂർവങ്ങളിൽ ചില കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത്. ചിലയിടത്തൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും ചിലരൊക്കെ ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ. ഒരുപാട് പേരുണ്ടായിരിക്കും, ഒരുപാട് പേര്. ചിലരൊന്നും പുറത്ത് പറയുകയില്ല, ചിലരൊന്നും പുറത്ത് പറയാതെ ഉള്ളിൽ കൊണ്ട് നടക്കും. പിന്നെ സഖി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ ലോകത്തുനിന്ന് അവരങ്ങ് പോകും. പിന്നെ അവർക്കൊന്നും അറിയണ്ടല്ലോ. മനുഷ്യരെ ആരും ഫേസ് ചെയ്യേണ്ട, അവരുടെ പ്രശ്നങ്ങൾ ആരോടും പറയേണ്ട, അവർക്ക് തന്നെ അനുഭവിക്കേണ്ട. മറ്റുള്ളവർ ഇതറിഞ്ഞാൽ നമ്മളെ നോക്കി ചിരിക്കുമോ എന്നുള്ളൊരു നാണക്കേടും അങ്ങനെ അതൊന്നും പിന്നെ ഇല്ലല്ലോ. ഇതൊന്നും അറിയണ്ടല്ലോ ലോകത്തുനിന്ന് പോയി കഴിഞ്ഞാൽ. പിന്നെ ജീവിച്ചിരിക്കുന്നവരല്ലേ ഉള്ളൂ അതോർത്ത് വിഷമിക്കുന്നത്. പക്ഷെ അദ്ദേഹം ആ അപ്പനെ അമ്മയെങ്കിലും ഒന്ന് ചിന്തിക്കായിരുന്നു. നമ്മളിതൊക്കെ പറയുന്നത് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായി കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കാം. പക്ഷെ അവള് എല്ലാം കഴിഞ്ഞ് അവൾക്ക് ഡിഗ്രിക്ക് പോകണമെന്ന് പറഞ്ഞു. ഡിഗ്രി പാസ്സായാണ് PGക്ക് പോകണമെന്ന്, PGക്ക് വിട്ടു. PSCക്ക് പോകണമെന്ന് പറഞ്ഞു. ഇതെല്ലാം ചെയ്ത് കൊടുത്ത് എഴുതുന്ന കൊണ്ട് പക്ഷെ വീട്ടിൽ നമുക്ക് ഇതുപോലത്തെ പണി തരുന്നുള്ള കാര്യം നമുക്കറിയത്തില്ലല്ലോ. കഷ്ടമുണ്ടല്ലേ? പഠിക്കാൻ വിട്ട കാര്യം ഇത് ഞാൻ നേരത്തെ അറിഞ്ഞായിരുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിരുന്നു, പക്ഷേ അത് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് അറിയാത്തതുകൊണ്ടായിരുന്നു ഞാനത് പിന്നെ വീഡിയോ പറയാതിരുന്നത്. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ കണ്ടായിരുന്നു, ഇദ്ദേഹം പഠിക്കാൻ വിട്ടു, ഇദ്ദേഹമാണ് പഠിപ്പിച്ചൊരു ജോലിക്ക് വിട്ടതുമെല്ലാം ഇദ്ദേഹമാണ്. അപ്പോൾ അത്രയും അവരെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തുകൊണ്ടല്ലേ ചെയ്തത്. സാധാരണ ചില ആണുങ്ങളൊക്കെ ഉണ്ട്, പെണ്ണുങ്ങളെ ജോലിക്ക് വിടത്തേയില്ല, പോകണ്ടെന്ന് തന്നെ പറഞ്ഞിരിക്കുക. അവർക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും ഒരു ജോലിക്ക് പോകാനും സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാനും ഒക്കെ ആഗ്രഹങ്ങൾ കാണും. അപ്പോൾ അവരോട് പറയും പോകണ്ട എന്ന് പറഞ്ഞിരിക്കും. പക്ഷേ അവരത് മിണ്ടാതെ അവിടെ തന്നെ മൗനമായിട്ട് അങ്ങ് നിൽക്കും. അതല്ല, അങ്ങനെയല്ല ചെയ്തത്. അവരെ ജോലിക്ക് വിട്ടു. അപ്പോൾ പറയുമായിരിക്കും, കണ്ടോ ജോലിക്ക് വിട്ടിട്ട് കണ്ടോ, ഇതുപോലൊക്കെ ആകാതിരിക്കാൻ വേണ്ടിയാണ് വീട്ടിൽ ഇരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ പെണ്ണും ഒരുപോലെ അല്ല, എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ അല്ല. കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. അവർ സത്യസന്ധമായിട്ടും നല്ല മനസ്സോടുകൂടിയും ജീവിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. എല്ലാവരെയും നിങ്ങൾ ഒരേ കണ്ണുകൊണ്ട് കാണുകയും ചെയ്യരുതെന്നാണ് ആണുങ്ങളോട് പറയാനായിട്ടുള്ളത്. ഇതുപോലുള്ളതൊക്കെ വെട്ടുപഴച്ച് എവിടെയെങ്കിലുമൊക്കെ കാണും. പക്ഷേ ഇപ്പോൾ കൂടിക്കൂടി വരുവാണെന്നുള്ളതിൻ്റെ ഒരു മാറ്റവും കൂടെ പറയാനുണ്ട് കേട്ടോ. കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടിക്കൂടി വരുവാണ്. കല്യാണം കഴിച്ചൊരു കുഞ്ഞായി കഴിഞ്ഞാൽ ഉടനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇവർക്കൊരു ജോലി കിട്ടി ഇവർ പോയി കഴിഞ്ഞാൽ ഉടനെ പറയുന്നതാണ് ബന്ധം ഒഴിയണം. ഇതാണ്. എന്നാൽ പിന്നെ എന്നാത്തിനാണ് ഇതൊക്കെ കെട്ടാൻ മുൻകൈ എടുക്കുന്നത്? കെട്ടി 2 വർഷം കഴിയുമ്പോഴത്തേക്ക് ബന്ധം ഒഴിയണം. എന്നാൽ പിന്നെ ഈ 2 വർഷം കൂടെ കഴിഞ്ഞിട്ട് തീരുമാനിച്ചാൽ പോരായിരുന്നു കല്യാണത്തെ പറ്റി. മിക്കവരും പെട്ടുപോകുന്ന എപ്പോഴാണെന്നറിയാമോ? കുട്ടികളുണ്ടായി കഴിയുമ്പോൾ. ഈ കുഞ്ഞുങ്ങളെ കാണാതിരിക്കാൻ പറ്റാതെ വരുമ്പോഴും ഈ കുട്ടികളുടെ കാര്യങ്ങൾ വരുമ്പോഴൊക്കെയാണ് ഈ ബന്ധം ഒഴിയുന്ന കാര്യം പറയുമ്പോഴത്തേക്ക് എല്ലാവരും തകർന്നു പോകുന്ന ആ സമയത്താണ്. ചിലർ എല്ലാം മൗനമായിട്ട് അങ്ങ് സഹിച്ച് മുന്നോട്ട് പോകും. എന്നതെങ്കിലും ആകട്ടെ എന്നോർത്തിന് കുഞ്ഞുങ്ങളുടെ കൂടെ ജീവിക്കാമല്ലോ എന്നുള്ളതിൽ ചിലർ ഇതുപോലൊക്കെയാണ്. എന്നാണേലും ഈ ഒരു കാര്യം കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ, ഈ
വോയിസ് കേട്ടപ്പോഴത്തേക്ക് ഒരുപാട് വിഷമം തോന്നി, ഒത്തിരി വിഷമം തോന്നി. ആ മനുഷ്യൻ എത്രത്തോളം വിഷമിച്ചാണ് ഓരോ ദിവസങ്ങളും മുന്നോട്ട് കൊണ്ടുപോയതെന്ന് ഓർത്ത് വയ്ക്കും. ഇപ്പോഴും ഒരു അതിനത്തിന് വേണ്ടി ആ വക്കീൽ ചെന്നിട്ടുണ്ട്. ആ കേസിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അത് ഞാൻ അത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൂടെ കാണിച്ചായിരുന്നു, അവരുടെ വീട്ടിൽ ചെന്ന് സംസാരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരാൾ കമൻറ്റ് ഇട്ടായിരുന്നു, ഈ കാമുകൻ്റെ പേര് പുറത്ത്, പക്ഷേ ഇതുവരെ ഒന്നിലൂടെ പേര് പുറത്ത് വന്നിട്ടില്ല, ഒരു ഫോട്ടോ പുറത്ത് വന്നിട്ടില്ല. ഇനി വരുമായിരിക്കും, കുറേ കഴിയുമ്പം എവിടുന്നേലുമൊക്കെ അതും പുറത്ത് വരും. എന്നാലും ഇവളുടെ ഫോട്ടോ പുറത്ത് വന്നല്ലോ, ഇവളെ അറിയാവുന്നവരെല്ലാം ഇപ്പോൾ അറിഞ്ഞ് കാണുമല്ലോ, ഇവളെ ആരാന്നും എന്നാന്നുള്ളതും എല്ലാം അറിഞ്ഞ് കാണും. അപ്പോൾ പിന്നെ ഇനി പതിയെ അവൻ്റെ ഫോട്ടോയും ആരെങ്കിലും എവിടെ നേരം എടുത്ത് വെളിയിലിടും. അപ്പോൾ കാണാം നമുക്ക്. അവൻ്റെ പേരോ അല്ലെങ്കിൽ ഫോട്ടോയോ യാതൊന്നും പുറത്ത് ഇതുവരെയും വന്നിട്ടില്ല. അവരുടെ എനിക്കൊന്ന് വിവാഹ ഫോട്ടോ ഒക്കെയാണ് ആൽബത്തിൽ നിന്ന് എടുത്ത് ആരെങ്കിലും ഇട്ടതായിരിക്കും, അവരുടെ കൂടുതലുള്ളവർ തന്നെയായിരിക്കും ഇതൊക്കെ പുറത്തോട്ട് വിട്ടത്. അല്ലാതെ ഇപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോ വരാനായിട്ട് വഴിയില്ല. അങ്ങനെ അതുകൊണ്ട് എല്ലാവരും കണ്ടു, ഇല്ലെങ്കിൽ അതും കാണുകയില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ നിയമം എന്നൊക്കെ പറയുന്നത് ഭയങ്കര കൊമ്പ് കുലുക്കിയ നിയമമാണ്. സ്ത്രീയുടെ ഫോട്ടോ അങ്ങനെ അവരുടെ ഇതോടുകൂടി അല്ലാതെ പുറത്ത് അവർക്ക് എന്നാ ഞാൻ പറയുന്നില്ല, തോന്നിവാസങ്ങളും കാണിക്കാം. പക്ഷേങ്കിൽ അതിനെതിരെ ഒന്നും മിണ്ടരുത്, ആരും മിണ്ടരുത്, ഒരക്ഷരവും മിണ്ടരുത്. പെണ്ണിന് എന്നതും കാണിക്കുക, ഈ പെണ്ണിനെ ഒന്നും പറയില്ല. പെണ്ണിന് നീതി, പെണ്ണിന് അഭിമാനം, അന്തസ്സ്, പുരുഷൻ ഈ പറയുന്ന ഒന്നും ഇല്ലല്ലോ. അവരെ പിന്നെ ഈ തടി കൊണ്ടുണ്ടാക്കി വെച്ചേക്കുന്നല്ല. അവർക്ക് മനസ്സില്ല, വിഷമങ്ങളില്ല, അവർക്ക് അഭിമാനമില്ല, അന്തസ്സില്ല, ഒന്നുമില്ല. അവർക്ക് ചിന്തിക്കാൻ പോലും അവർക്ക് ഒന്നും അങ്ങനെയുള്ളൊരു മൈൻഡ് പോലും അവർക്ക് ഇല്ലാതാണല്ലോ. സ്ത്രീക്കാണല്ലോ ഇതെല്ലാം ഉള്ളത്. അതുകൊണ്ട് പിന്നെ സ്ത്രീ എന്ന് പറയുന്ന സാധനം എന്നാ തോന്നിവാസം കാണിച്ചാലും അത് സഹിച്ചോണം എന്നുള്ളൊരിതാണ്. നമ്മുടെ നിയമമൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു, ഒരുപാട് കഴിഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ പുതിയ നിയമം വന്നേക്കുന്നു, ഒരിത് വന്നേക്കുന്നു, സ്ത്രീയും പുരുഷനും വിവാഹം കഴിച്ചവരാണെങ്കിൽ പോലും ഒന്നിച്ച് ഇതാതിനെ കഴിയുന്നത് ഞാൻ ഇൻസ്റ്റേ കണ്ടാണ്. നേരത്തെ വന്നാണോ എന്ന് എനിക്കറിയത്തില്ല, ഇപ്പോൾ 2 ദിവസം കൊണ്ട് അധികം കാണുന്നുണ്ട്. സ്ത്രീയും പുരുഷനും വിവാഹം കഴിച്ചവരാണെങ്കിൽ പോലും വേറൊരു പുരുഷൻ്റെ കൂടെ സ്ത്രീ പോകുകയോ അല്ലെങ്കിൽ വേറൊരു സ്ത്രീയുടെ കൂടെ പുരുഷൻ പോവുകയോ ചെയ്ത്, ഇവർ രണ്ടും വിവാഹം കഴിച്ചവരാണെങ്കിലും അവരൊന്നിച്ച് എവിടെയെങ്കിലും പോകുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും റൂം എടുക്കുകയോ ചെയ്താൽ അവരെ ശിക്ഷിക്കാൻ നിയമമില്ലെന്നും അതുപോലെ തന്നെ പോലീസ് അവർക്ക് അതിനുള്ള സംരക്ഷണം കൊടുക്കണം. ഏത് വ്യഭിചരിക്കാൻ പോലീസ് സംരക്ഷണം കൊടുക്കണമെന്നാണ് നിയമം വന്നേക്കുന്നത്. അതാണ് വന്നേക്കുന്ന നിയമം. ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ വരുന്തോറും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിക്കൊണ്ടേ ഇരിക്കത്തേ ഉള്ളൂ. ഇപ്പം ഒരു പെണ്ണും ആണും കൂടെ എവിടെ നിന്നാൽ ആർക്കും ചോദിക്കാൻ പറ്റത്തില്ല, എന്നെ ഇവിടെ നിൽക്കുന്നേ, നിങ്ങൾ എന്നെ എടുക്കുവാണ് എന്ന് ചോദിക്കാനൊക്കത്തില്ല. ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കുന്നവൻ പ്രതിയാകും. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ നിയമം. അടിപൊളി നിയമമൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് രജിസ്ട്രന്മാർ ഇനി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇതിങ്ങനെ എത്ര വന്നാലും ഉണ്ടല്ലോ, കുറച്ച് നാൾ നമ്മളിപ്പോൾ കുറേ നാൾ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മളും ഇതൊക്കെ വിടും, നമ്മൾ നമ്മുടേതായ കാര്യങ്ങളിലേക്ക് നമ്മളും പോകും. അത് കഴിയുമ്പം ആ അനുഭവിക്കുന്ന മൊത്തം ആ വീട്ടുകാരായിരിക്കും. എന്നും അവർക്കിത് ഓർമ്മയും അവർക്ക് വിഷമങ്ങളും മാത്രമായിരിക്കത്തില്ലേ. അതായിരിക്കും ഇപ്പം കൊച്ചിനെ എല്ലാവരും പറയുന്നുണ്ട് അവർ അപ്പനും അമ്മയ്ക്കും വിട്ടു കൊടുക്കണമെന്ന്. അങ്ങനെ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാര്യം അവർ പ്രായമായവരാണ്. പിന്നെ അമ്മ ജീവിച്ചിരിക്കെ വേറൊരാൾക്ക് അവകാശം പോകത്തില്ല. അപ്പനുണ്ടായിട്ട് പോലും അപ്പന് കിട്ടിയില്ല അവകാശം, പിന്നെയാണ് ഇനി അപ്പനും അമ്മയ്ക്കും കിട്ടാൻ പോകുന്നത്. ഇനി അവർക്കെതിരെ എന്തെങ്കിലും ഒരു ശിക്ഷ മേടിച്ചു കൊടുക്കാൻ പറ്റിയാൽ അത്രയും നല്ല കാര്യം. അവർക്കൊരു ശിക്ഷ നിയമപരമായിട്ട് മേടിച്ചു കൊടുക്കാൻ പറ്റിയാൽ അത്രയും ഒരു നല്ല കാര്യമെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വേറെ ഒന്നും ഇതിന് മുന്നോട്ട് ഒരു പ്രയോജനം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിങ്ങനെ കേസ് അദ്ദേഹം വാദിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു ശിക്ഷ മേടിച്ച് കൊടുത്താൽ കൊടുത്തു, അത്രയേ ഉള്ളൂ. കിട്ടണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അവൾക്ക് നല്ല ശിക്ഷ കിട്ടുക തന്നെ, അവൾ അകത്ത് കിടക്കുക തന്നെ ചെയ്യണം. അവളുടെ പണിയും പോയി, അവൾ നാട്ടിൽ വരണം. നാട്ടിൽ നിന്ന് അവൾ തെണ്ടിത്തിരിഞ്ഞ് കഴിയുമ്പോഴേ അവൾ ചിന്തിക്കുകയുള്ളൂ. ഒരുത്തൻ്റെ തണലിൽ ജീവിച്ചുകൊണ്ടിരുന്നപ്പം എങ്ങനെയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നതെന്ന് അവൾ ചിന്തിക്കുകയുള്ളൂ. അവൾക്ക് 50,000 രൂപ അങ്ങോട്ട് ശമ്പളം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഈ പൈസ ഒക്കെ കണ്ടാതായിരിക്കും മറ്റോ വന്ന് ഇങ്ങോട്ട് കൂടിയത്. അതില്ലാതെ വരുമ്പോഴത്തേക്ക് ഇവൻ കൂടെ കാണുമോ ഇല്ലയോ എന്ന് അന്നേരം അറിയാം. എന്നാണേലും മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ചില വീഡിയോ ഒക്കെ നമ്മൾ എടുത്തു കഴിയുമ്പോഴല്ലോ നമുക്ക് ഭയങ്കര വിഷമം തോന്നും, ഭയങ്കരമായിട്ട് നമുക്കൊരു സങ്കടം തോന്നും. ആ വോയിസൊക്കെ കേൾക്കുമ്പം, അതും ഈ ലോകത്തില്ലാത്ത ഒരാളുടെ വോയിസും കൂടെ ആകുമ്പോഴത്തേക്കും അവരെത്ര സങ്കടത്തോടു കൂടിയാണ് ആ ഒരു കാര്യങ്ങൾ പറയുന്നതെന്ന് ഓർക്കുമ്പോഴത്തേക്കും. എന്നാണേലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പും ചെയ്യുക, കമൻറ്റും ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.